ഹലോ ഡീസ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പരിമിതമായ സാധനങ്ങൾ കൊണ്ട് എങ്ങനെയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിരികെ എഴുതി കൊടുക്കാം. പിന്നെ ഞാൻ നോർമൽ പൗഡറാണ് യൂസ് ആക്കിയത്. മേക്കപ്പ് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഡോട്ടായിട്ട് പൗഡർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഈ വീഡിയോയുടെ ഇടയിൽ ചില ഭാഗങ്ങളൊക്കെ ഞാൻ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വന്ന് മിണ്ടുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഇടയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ. കണ്ടില്ലേ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതായിരിക്കും എൻ്റെ അവസ്ഥ. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഞാൻ ഇവിടെ ലോക്കൽ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ കൺവെൻഷയ്ക്ക് ഡേറ്റ് കഴിഞ്ഞാണെന്ന് തോന്നുന്നു. കണ്ണിലെഴുതിയ ശേഷം ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ചെറിയെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിവതും ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പിങ്കും ക്രീം കളറും പോലത്തെ ഐ ഷാഡോ ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ആ ഐ ഷാഡോ തന്നെ ഞാൻ ബ്ലഷായിട്ട് യൂസ് ആക്കി. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഞാൻ ഇപ്പം ഐലൈനർ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്കിതായിരിക്കും അവസ്ഥ. കാരണം എന്താ പറയുക, ചിലപ്പോൾ ഒരു കണ്ണി വലുതും മറ്റേ കണ്ണിൽ ചെറുതും, അല്ലെങ്കിൽ രണ്ട് കണ്ണും ഭയങ്കര ഓവറായിട്ട് വലുതായിട്ടായിരിക്കും. അല്ലെങ്കിൽ വാൽ എഴുതുമ്പോഴത്തേന് എന്താ പറയുക, ഒരു വശത്തെ വാലിന് നീളം കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ ഒരു വശത്തെ വാലിന് നീളം കുറവാകും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. എന്നാലും നമ്മൾ റീൽസൊക്കെ എടുക്കാനും ചുമ്മാതെ ഇങ്ങനെ ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവും. അപ്പോൾ ഒരു കുഴപ്പമില്ല, രണ്ടും കണ്ണിലും ഒരേപോലെ ആയിരിക്കും. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഒരു പൊട്ട് കുത്തി, പിന്നെ കമ്മലിട്ടു. ടണ്ടടാ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുങ്ങി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേന് ഒരു സിന്ദൂരത്തിൻ്റെ കുറവുള്ളതുപോലെ തോന്നി. അതാട്ടോ ഈ കാണുന്നത്. സിന്ദൂരം തൂക്കുന്നതിൻ്റെ എന്താ പറയുക തിരക്കാണിത്. ആദ്യം സിന്ദൂരം തേച്ചത് എനിക്കത്രയ്ക്ക് ഇഷ്ടമായില്ല. അതൊരുമാതിരി ചരിഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും സിന്ദൂരം തേർത്തു. അപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ സാരി കൊടുത്ത് വന്നിരിക്കുകയാണ്. മുടി എങ്ങനെ കെട്ടണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എൻ്റെ മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് എന്ത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ചില സമയത്ത് ഒരുമാതിരി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ക്ലിപ്പ് ഇട്ട് വെച്ചാൽ കൂടി അത് എന്താ പറയുക, അഴിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരുക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് പട്ടി ഷോ കൂടി കണ്ടിട്ട് പോയിക്കും.